ശേഷം സുഖമായിരിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഡെയിലി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കറിയാം UK ഇപ്പോൾ നിരന്തരം നടക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അത് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറിയൊരു ആശ്വാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഒരു കാര്യം, ഡെയിലി അപ്ഡേറ്റ്സിനും ഇവിടെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ല മറ്റെല്ലാ ഇൻഫർമേഷൻസ് എല്ലാ സകലതും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്തിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നാണ്, ഭയങ്കര വലിയ വിക്ടറിയൊക്കെ ആയിട്ട് വന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഡെയിലി അപ്ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേബർ പാർട്ടി റുവാണ്ട ബില്ലിനെ അങ്ങോട്ട് കൊന്ന് കുഴിച്ചു മൂടി അതിൻ്റെ മേലെ വാഴ വെച്ചു എന്നുള്ളത്. എന്നിട്ട് 1 ലക്ഷത്തോളം ഇല്ലീഗൽ മൈഗ്രൻസിന് അസൈലത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പുതിയ, അതായത് എറ്റിക്കുപ്പ പുതിയ നമ്മുടെ ഹോം സെക്രട്ടറി, ഇവിടെയുള്ള നമ്മുടെ എന്താ പറയുക ലേബർ ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് സ്ഥാപിച്ചിരിക്കുന്നു ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ തടയാനായിട്ട്. പക്ഷേ ഇതൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ 1000 പേര് ഇങ്ങോട്ട് എത്തി, ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എത്തി എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലേബർ നമ്മുടെ 1 ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ അസൈലം കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ലീഗൽ മൈഗ്രേഷന് എന്തെങ്കിലും പാരയായിട്ട് വരുമോ ഇല്ലെങ്കിൽ പുതിയ പണിയായിട്ട് വരുമോ എന്നുള്ളത്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ, ബാഡ് ന്യൂസ് ആണെങ്കിൽ അത് ബാഡ് ന്യൂസ് ആണ്. പക്ഷേ ഇപ്പോൾ ഹാപ്പി ന്യൂസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഈ അടുത്ത കാലത്തൊന്നും അല്ല, ഈ സമയങ്ങളിലൊന്നും പുതിയ നിയമമാറ്റങ്ങളൊന്നും വരില്ല എന്നുള്ളതിൻ്റെ ഉള്ള ആശ്വാസം. അതായത് 2025 ഓട്ടം വരയ്ക്കും പുതിയ നിയമമാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസ ന്യൂസാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യാതിരിക്കാനും പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് UK വരുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കാതോർത്തിരിക്കുകയാണ്, നമ്മുടെ ലേബർ പാർട്ടി പുതിയ ഗവൺമെൻറ് വന്നു, അവരെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ള കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ലീഗൽ മൈഗ്രേഷനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഈ ഒരു ന്യൂസ് അപ്ഡേറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK നെറ്റ് മൈഗ്രേഷൻ ചരിത്രത്തിൽ വലിയ വെല്ലുവിളികളും, അതായത് എന്താ പറയുക, കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് UK കയറി വന്നിരിക്കുകയാണ്. സോ അത് ഓഫ്കോഴ്സ് അത് ക്രാക്ക് ഡൗൺ ചെയ്യണം. ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാരൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ, അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ അനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വരുന്ന കുറച്ച് വർഷങ്ങളുടെ ഉള്ളിൽ തന്നെ ഇവിടുത്തെ പോപ്പുലേഷനെയും കടത്തി വെട്ടുന്ന രീതിക്ക് അത് വളർന്ന് പന്തലിച്ച് അങ്ങോട്ട് വരും എന്നുള്ള കാര്യം ഇവർക്ക് ഏകദേശം കൊണ്ട് മനസ്സിലായി. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സകല യൂറോപ്യൻ കൺട്രീസ്, ഇപ്പോൾ മാൾട്ട എടുക്കുകയാണെങ്കിലും ലിത്വാനിയ എടുക്കുകയാണെങ്കിലും അവിടുത്തെ പോപ്പുലേഷനിൻ്റെ ഒപ്പത്തിനൊപ്പം ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ വരാറായപ്പോൾ ഇവർ ഫുള്ളായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് മാക്സിമം ഈ പറഞ്ഞ അൺസ്കിൽഡ് ജോബ്സിനും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സാഹചര്യം ഉണ്ടായിരുന്നു. സോ ഇവിടെ ചെയ്തിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ കെയർ സ്റ്റാർമർ ഇപ്പോൾ എന്താ ചെയ്യാതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി കൊടുത്ത പണി തന്നെ ധാരാളമാണ് ഈ ഒരു വർഷത്തേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി ഋഷി സുനക്കിന്റെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ള നിയമമാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും നെറ്റ് മൈഗ്രേഷനെ 3 ലക്ഷത്തിലേക്ക് കുറയ്ക്കും എന്നുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്കറിയാം സാലറി ത്രഷോൾഡ് 38,700 ആക്കിയതും, അതേപോലെ തന്നെ നമുക്കറിയാം സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെയും അതുപോലെ തന്നെ കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തത് നല്ല തീരുമാനമായി എന്നാണ് പറയാതെ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ ഈ മാറ്റങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ ഡിപ്പെൻഡൻസിന്, കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കേസിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിൻ്റെ കേസിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ സാലറി ത്രഷോൾഡ് റിവ്യൂ ചെയ്യുന്ന കേസിൽ മാത്രമായിരിക്കും. പക്ഷെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേബർ തീർച്ചയായിട്ടും പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. ഇനി UK എംപ്ലോയീസ് പുറത്തുള്ള ആൾക്കാരെ എടുക്കുന്നതിൽ പൂർണ്ണമായും തടയാനായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷനുമായിട്ട് അത് ഇതാവില്ല. ഇപ്പം തന്നെ NHS 8 മില്യൺ എന്താ പറയുക വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. 8 മില്യൺ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ മരണ നിരക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് റോക്കറ്റ് പോലെ പോകുന്നു. ജനന നിരക്കുകൾ വളരെ വലുതായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യം, അതായത് ഇവിടുത്തെ ബ്രിട്സിൻ്റെ ഇടയിൽ. സോ അതുകൊണ്ട് തന്നെ ഈ നിയമമാറ്റങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല. പക്ഷേ ഈ ഒരു വർഷത്തേക്ക് പുതിയ വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ആശ്വാസ ന്യൂസായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക,
തീർച്ചയായിട്ടും ഇവിടെ കഠിനമായിട്ടുള്ള നിയമമാറ്റങ്ങൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാറ്റങ്ങൾ ലേബർ പാർട്ടി കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്ത് ഓവർസീസ് വർക്കേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എംപ്ലോയീസിനെ ടാക്കിൾ ചെയ്യാനായിട്ട്, അതായത് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കമ്പനി തുറന്നു വെച്ചിരിക്കുന്ന ആൾക്കാരെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരും. പക്ഷേ ഈ വർഷമല്ല. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പറഞ്ഞ ഈ ന്യൂസുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻറ്റ് വിസ അത് കെയറേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. സാലറി ത്രഷോൾഡിന് ഒരു പക്ഷേ റിവ്യൂ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. NHSന്റെ കേസിൽ ഇവിടെ ഒരു മറ്റൊരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, NHSന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർ സ്റ്റാഫ് മോർ മണി ആൻഡ് എറ്റ് ഓൺലി സ്മോൾ റൈസ് ഇൻ പേഷ്യൻ്റ് സ്റ്റാർട്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് സ്റ്റാഫിനെ ഒരുപാട് കൊണ്ടുവന്നു. 23% സ്റ്റാഫ്, പുതിയ സ്റ്റാഫുകൾ വന്നു. അതുപോലെ തന്നെ NHS ഇവിടെ ബില്യൺസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 19% മേലെ അവർ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3% പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുള്ളൂ ട്രീറ്റ്മെൻറ്റിന്, ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുള്ളൂ. ബാക്കി 8 മില്യൺ എന്താ പറയുക വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അത് സോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഇനി ഇതേ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയാണ്. സത്യമാണ്, ഇത്രയും സ്റ്റാഫിനെ ഇവിടെ കൊണ്ടുവന്നിട്ടും ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇവിടെ ട്രീറ്റ്മെന്റ് ആൾക്കാർ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് തൃശങ്കൂലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുമാത്രം റിക്രൂട്ട്മെന്റ് കേസിലും അപ്പോൾ ഒരു ചോദ്യചിഹ്നം തന്നെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുക. ഒരു സ്റ്റാഫിംഗ് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് BBC ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാഫിനെ ഹയർ ചെയ്തതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അവർ പറയുന്നത് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഹൈ റേറ്റ്സ് ഓഫ് സിക്നെസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് സ്റ്റാഫിന്റെ കേസിൽ, സ്റ്റാഫിംഗ് പ്രോബ്ലംസിൽ. അതുപോലെ ലോ മൊറൈൽ എന്നുള്ളതും അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ലെസ് എക്സ്പീരിയൻസ് സ്റ്റാഫ് എന്നും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ റിക്രൂട്ട്മെന്റിന്റെ കേസുകൾ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. എന്തായാലും വരുമായിരിക്കും, കുറച്ച് സമയമെടുക്കും. നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് അത്രയ്ക്കും ഇവിടെ ഷോർട്ടേജ് വരുന്നുണ്ട്. ഷോർട്ടേജ് ഉണ്ട് ഓൾറെഡി, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കേസ് തന്നെയാണ്. പെട്ടെന്ന് ഇവിടെയുള്ള ആൾക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുമാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ ആ ന്യൂസിനകത്ത് ഇവിടെ 9 മില്യണോളം ആൾക്കാർ ജോലി ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അവരെയൊക്കെ പണിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലേബർ പാർട്ടിയുടെ മെയിൻ അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് പുതിയ നിയമമാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. NHSന്റെ കേസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം പുതിയ അപ്ഡേറ്റിനായിട്ട്. സ്റ്റുഡൻസിന്റെ കേസിൽ ഒരു അപ്ഡേറ്റും ഇല്ല. PSW കേസ് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. സോ UK വരുന്നവർ അത് നിങ്ങൾ തീരുമാനിക്കുക വരണോ വേണ്ടെന്നുള്ളത്. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഹോട്ട് അപ്ഡേറ്റുകൾ. എന്തായാലും ഇങ്ങനത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട്